നാം നമ്മുടെ വീടുകളിലെ പല വർക്കുകളിലും ഏർപ്പെടുകയും വർക്കിനൊടുവിൽ കൈകളിലായി ചെളിയും മറ്റ് പൊടിപടലങ്ങളും ആവുകയും ഒപ്പം അവയെ നീക്കം ചെയ്യുന്നതിന് വാട്ടർ ടാപ്പുകളെയും മറ്റും നാം ആശ്രയിക്കാറുമുണ്ട്. പലപ്പോഴും ടാപ്പ് തുറക്കുമ്പോൾ നമ്മുടെ കൈകളിലായുള്ള ചെളികൾ ടാപ്പിലാകുന്നതും നാം ശ്രദ്ധിക്കാറുമുണ്ട്. ഈ ഒരു ചെറിയ പ്രശ്നം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഇരു കൈകളും വൃത്തിയാക്കാൻ സഹായിക്കുന്ന ഒരു ഓട്ടോ വാട്ടർ ഡിസ്പെൻസറിനെ കുറിച്ചാണ് നാം ഇന്ന് ഈ വീഡിയോയിലൂടെ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. എവിടെയും ടച്ച് ചെയ്യാതെ തന്നെ കൈകൾ വൃത്തിയാക്കാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ഓട്ടോമാറ്റിക് വാട്ടർ ടാപ്പ് എന്നൊരു കോൺസെപ്റ്റാണ് ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൈകളുടെ പ്രസൻസ് സ്വയം മനസ്സിലാക്കി അത് സ്വിച്ചിങ് സർക്യൂട്ടിൻ്റെ സഹായത്തോടു കൂടെ മോട്ടോർ ഓൺ ഓഫ് ആക്കിക്കൊണ്ടാണ് നമുക്ക് ആവശ്യമായ വെള്ളം ഈ ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കാണുന്ന IR മോഡ്യൂളിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ കൈകളുടെ പ്രസൻസ് സർക്യൂട്ട് മനസ്സിലാക്കുന്നത്. പൊതുവെ ഹൈ ആയി നിൽക്കുന്ന മോഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് കൈകളെ ഡിറ്റക്ട് ചെയ്ത ശേഷം ലോ ആവുകയാണ് ചെയ്യുന്നത്. കൂടാതെ 9 വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ഈ വാട്ടർ പമ്പ് ഉപയോഗിച്ചാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്നും വെള്ളത്തെ പുറത്തേക്ക് പമ്പ് ചെയ്യുന്നത്. ആദ്യമായി സർക്യൂട്ട് ഡയഗ്രം പ്രകാരം ഒരു 5 വോൾട്ടേജ് റെഗുലേറ്റർ ICയെ ബ്രെഡ് ബോർഡിലേക്ക് പ്ലേസ് ചെയ്യാം. പൊളാരിറ്റി അനുസരിച്ച് ICയുടെ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും ബ്രെഡ് ബോർഡിൻ്റെ പവർ റെയിലിലേക്ക് നൽകാം. IR മോഡ്യൂളിനെ ബ്രെഡ് ബോർഡിലേക്ക് പ്ലേസ് ചെയ്ത ശേഷം മോഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം VCC പിൻ ICയുടെ ഔട്ട്പുട്ടുമായും ഗ്രൗണ്ട് പിന്നിനെ കോമൺ ഗ്രൗണ്ടുമായും കണക്ട് ചെയ്യാം. ഇനി BC547നെയും BD139 എന്നീ ട്രാൻസിസ്റ്റേഴ്സിനെയും സർക്യൂട്ടിലേക്ക് ആഡ് ചെയ്ത ശേഷം Q1 എന്ന ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ Q2 എന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബേസുമായും ഒപ്പം 1 കിലോ ഓംസിൻ്റെ റെസിസ്റ്ററിനെ പോസിറ്റീവ് പവർ റെയിലിൽ നിന്നും ഈ സെയിം കണക്ഷനിലേക്കും നൽകാം. ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സിൻ്റെയും എമിറ്റർ ടെർമിനൽ പരസ്പരം ഷോർട്ട് ചെയ്ത് കോമൺ ഗ്രൗണ്ടുമായി കണക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മോഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് ടെർമിനലിനെ ഒരു 470 ഓംസിൻ്റെ സഹായത്തോടെ Q1ൻ്റെ ബേസിലേക്കും വാട്ടർ പമ്പിനെ പോസിറ്റീവ് റെയിലിൽ നിന്നും Q2ൻ്റെ കളക്ടറിലേക്കും കണക്ട് ചെയ്യുന്നതോടെ ഈ സർക്യൂട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി സർക്യൂട്ടിലേക്ക് പവർ നൽകുമ്പോൾ IR മോഡ്യൂളിൻ്റെ രണ്ട് LEDസും ഓണായിരിക്കുന്നതായി കാണാം. ഇതിൽ റൈറ്റ് സൈഡിലെ LED പവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനു വേണ്ടിയും ലെഫ്റ്റ് സൈഡിലെ LED ഒബ്സ്റ്റക്കിൾ ഡിറ്റക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയുമാണ്. നിലവിൽ IR മോഡ്യൂളിന് മുകളിലായി കൈ കാണിച്ചാൽ പ്രത്യേകം ഡിറ്റക്ഷൻ ഒന്നും തന്നെ നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ്മെന്റ് പ്രീസെറ്റിൽ ഒരു വേരിയേഷൻ വരുത്തിയ ശേഷമാണ് കൈ കാണിക്കുന്നതെങ്കിൽ LED ഉണ്ടാകുന്ന വ്യത്യാസം മൂലം ഡിറ്റക്ഷൻ നടക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒബ്സ്റ്റക്കിൾ ഡിറ്റക്ഷൻ മൂലം IR മോഡ്യൂളിൻ്റെ ഔട്ട്പുട്ടിൽ ലഭിക്കുന്ന ലോ പൾസ് Q1 എന്ന ട്രാൻസിസ്റ്ററിനെ ഓഫ് സ്റ്റേറ്റിലേക്ക് നയിക്കുന്നു. ഇക്കാരണത്താൽ അതുവഴി വരുന്ന കറണ്ട് Q2ൻ്റെ ബേസിലെത്തുകയും ട്രാൻസിസ്റ്റർ ഓണാകുന്നതിനോടൊപ്പം തന്നെ വാട്ടർ പമ്പും ഓണാവുകയും ചെയ്യും. ഇനി ഒബ്സ്റ്റക്കിൾ ഡിറ്റക്ഷൻ ഇല്ലാത്ത സമയം IR മോഡ്യൂളിൻ്റെ ഔട്ട്പുട്ടിൽ ഹൈ പൾസ് ലഭിക്കുകയും അത് Q1 ട്രാൻസിസ്റ്ററിനെ ആക്റ്റീവ് ആക്കുകയും ചെയ്യും. ഇതുമൂലം R2 വഴി വരുന്ന കറണ്ട് Q1ലൂടെ ഗ്രൗണ്ട് ചെയ്തു പോകുന്നതിനാൽ Q2വിൽ ഒരു ബേസ് കറണ്ട് ലഭിക്കാതെ വരികയും ട്രാൻസിസ്റ്റർ ഓഫാകുന്നതിനോടൊപ്പം തന്നെ വാട്ടർ പമ്പും ഓഫാകുന്നു. ഇങ്ങനെയാണ് ഈ സർക്യൂട്ടിൽ പ്രധാനമായും പ്രവർത്തനം നടക്കുന്നത്. ഇനി ഈ സർക്യൂട്ടിനെ നമുക്ക് ആവശ്യമായ രീതിയിൽ PCBയിലേക്ക് ചെയ്തെടുക്കാം. ഇതാണ് പ്രൊജക്റ്റിനാവശ്യമായ സോൾഡർ ചെയ്തെടുത്തിരിക്കുന്ന സർക്യൂട്ട് ബോർഡ്. ഇതിൻ്റെ ഈ ടെർമിനൽ ബ്ലോക്കിൽ മോട്ടോർ വയറുകളും ഇതിൽ ബാറ്ററിയും ഇതിലായി IR മോഡ്യൂളുമാണ് കണക്ട് ചെയ്യേണ്ടത്. സർക്യൂട്ട് ബോർഡ് അടക്കം 6 ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിന് ആവശ്യമായി വരുന്നത്. ഇതിൽ നിന്നും പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്ത ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായി ഒരു 6 mmൻ്റെ PVC ട്രാൻസ്പെറൻറ്റ് ട്യൂബിന് വേണ്ടി ഒരു ചെറിയ ഹോളും അതിനോട് ചേർന്ന് മറ്റൊരു ചെറിയ ഹോളും ഇട്ട് കൊടുക്കാം. ഇനി PVC ട്യൂബിനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് വാട്ടർ പമ്പിൻ്റെ ഔട്ട്ലെറ്റുമായി കണക്ട് ചെയ്ത ശേഷം ട്യൂബിൻ്റെ മറ്റേ അറ്റം ബോട്ടിൽ തുറന്ന് ഹോൾ വഴി പുറത്തേക്ക് എടുക്കാം. അതിനോടൊപ്പം വയറിനെ ട്യൂബിനോടൊത്ത് ടേപ്പ് ചെയ്ത് അടുത്തുള്ള ഹോളിലൂടെ പുറത്തെടുക്കാം. ഇനി വാട്ടർ പമ്പിനെ ബോട്ടിലായി ഇറക്കി വെച്ച ശേഷം ബോട്ടിൽ ക്ലോസ് ചെയ്ത് ബോട്ടിലിന് മുകളിലായി 3 ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് അതിൽ ബാക്കിലായി സർക്യൂട്ട് ബോർഡും ലെഫ്റ്റ് സൈഡിലായി ബാറ്ററിയും ഫ്രണ്ടിലായി IR മോഡ്യൂളും പ്ലേസ് ചെയ്യാം. PVC ട്യൂബ് ആർക്ക് ഷേപ്പിൽ നിൽക്കുന്നതിന് വേണ്ടി അത്യാവശ്യം തിക്നെസ് ഉള്ള സിംഗിൾ സ്റ്റാൻഡ് വയറിനോടൊത്തുകൂടെ നമുക്ക് ടേപ്പ് ചെയ്ത് വയ്ക്കാം. ഇനി ബോട്ടിൽ തുറന്ന് നമുക്ക് ആവശ്യമായ വെള്ളം നിറച്ച ശേഷം ബോട്ടിൽ ക്ലോസ് ചെയ്യാം. അവസാനമായി സർക്യൂട്ടിൽ നിന്നുമുള്ള ഫീമെയിൽ RMC കണക്ടറിനെ IR മോഡ്യൂളിലേക്കും മോട്ടോർ വയറിൻ്റെ ആവശ്യമില്ലാത്തവ കട്ട് ചെയ്ത് സ്ട്രിപ്പ് ചെയ്ത ശേഷം ടെർമിനൽ ബ്ലോക്കിലേക്കും ബാറ്ററി കണക്ടറിനെ ബാറ്ററിയുമായും കണക്ട് ചെയ്യുന്നതോടെ ഓട്ടോ വാട്ടർ ഡിസ്പെൻസർ എന്ന ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ബോട്ടിലിന് മുന്നിലായി നമ്മുടെ കൈ കാണിക്കുമ്പോൾ വെള്ളം വരുന്നതായി നമുക്ക് കാണാം. ഈ IR മോഡ്യൂളിൻ്റെ വർക്കിംഗ് രീതി അനുസരിച്ച് ഇതിനു മുന്നിൽ കൈകൾ വന്നാൽ മാത്രമല്ല മറ്റ് തടസ്സങ്ങൾ വന്നാലും വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങും. ഇത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്.
കൂടാതെ IR മോഡ്യൂളിന് മുന്നിൽ കൈ കാണിക്കാതെ തന്നെ വെള്ളം തുടർച്ചയായി പമ്പ് ചെയ്യുകയാണെങ്കിൽ IR മോഡ്യൂളിൻ്റെ പ്രീസെറ്റിൽ ഒരു ചെറിയ വേരിയേഷൻ വരുത്തിക്കൊണ്ട് ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. പിന്നീട് നാം കൈ കാണിക്കുമ്പോൾ മാത്രമേ വെള്ളം പമ്പ് ചെയ്യുകയുള്ളൂ. എന്നാൽ ഈ പ്രൊജക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്തെന്നാൽ നാം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് IR മോഡ്യൂൾ ആയതിനാൽ അത്യാവശ്യം സൂര്യപ്രകാശം ലഭിക്കുന്നിടങ്ങളിലൊന്നും തന്നെ IR മോഡ്യൂളിനെ ഓപ്പണായി വെച്ചുകൊണ്ട് ഡിസ്പെൻസറിനെ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത്യാവശ്യം സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം IR മോഡ്യൂൾ കൃത്യമായി പ്രവർത്തിക്കാതെ വരികയും തുടർച്ചയായി വാട്ടർ പമ്പ് വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഓട്ടോ വാട്ടർ ഡിസ്പെൻസർ നിർമ്മിക്കുന്നതും അവ പ്രവർത്തിപ്പിക്കുന്നതും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് എൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.